മുണ്ട് മുറുക്കി കൊടുക്കാൻ കേരളത്തിൽ ഒരു മന്ത്രിയും ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പൊക്കി കാണിക്കുന്ന സമീപനമല്ലേ സംസ്ഥാന സർക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? ഹെലികോപ്റ്റർ ഒരു ഒറ്റപ്പെട്ട സംഭവമാണോ ശ്രീ ഹാഷ്മി? ഹെലികോപ്റ്റർ ഒറ്റപ്പെട്ട സംഭവമാണോ? ഇതിഹാസം പിണറായി സഖാവ് രാജ 7 വർഷത്തിനിടയിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി 7 വർഷത്തിനിടയിൽ മാറിയത് 4 കാറുകളാണ് ശ്രീ ഹാഷ്മി. മുടിയുന്ന നാട്ടുകാരല്ലേ, ഞാനല്ലല്ലോ. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഇന്നോവയുടെ പഴയ മോഡൽ, പുതിയ മോഡൽ, ക്രിസ്റ്റ, കാർണിവൽ 4 മോഡൽ മാറി. എവിടെയോ എന്തോ ഒരു ഒളിച്ചുകളി ഉണ്ടോ എന്ന് സംശയിക്കേണ്ട സാഹചര്യമാണ്. സാധാരണ മനുഷ്യൻ കാറിന്റെ ടയർ മാറുന്ന ലാഘവത്തിലാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കാറ് മാറിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ അധികാരം കയ്യിലുള്ളതുകൊണ്ട് ഒരു പ്രശ്നമില്ല. പക്ഷെ ജനത്തിന് ഇപ്പൊ തിരിച്ചറിവ് വന്നു തുടങ്ങി. എന്നെ ഈ തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടി ജയിക്കുന്ന കാര്യം ഇത് തന്നെ. നമ്മുടെ മുഖ്യമന്ത്രിയുടെ വീട്ടിലെ കന്നുകാലി തൊഴുത്തിന് ഇപ്പോഴും 42 ലക്ഷം രൂപയുടെ ബില്ലാണ് എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുന്നിൽ നിൽക്കല്ലേ? ജലസേചനം ജനസേവനം ജനസേവനം ഇങ്ങനെ വെറുപ്പിക്കരുത്. കണ്ടോളൂ സാർ, ജനങ്ങളാ വോട്ട് ചെയ്തെന്നൊരു മഹാഭാവമേ ചെയ്തിട്ടുള്ളൂ. അതിന്റെ ശിക്ഷയായി അനുഭവിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസിനകത്തെ നീന്തൽക്കുള നവീകരണത്തിന് 32 ലക്ഷം രൂപ. അതങ്ങനെ അല്പന ഐശ്വര്യം കിട്ടി അർദ്ധരാത്രിക്ക് കൊട പിടിക്കും ഇതുപോലെ. ഇത്തരമൊരു അധപ്പതനം വരുന്നത് മുഖ്യമന്ത്രിയുടെ കെടുകാര്യസ്ഥത കൊണ്ടാണ്. മുഖ്യമന്ത്രിയുടെ ക്ലിഫ് ഹൗസ് ആകെ 2 നില മാത്രമുള്ള കെട്ടിടം. ആ കെട്ടിടത്തിൽ ലെഫ്റ്റ് പിടിപ്പിക്കാനായിട്ട് 25 ലക്ഷം രൂപ. അത് കണ്ടാൽ തന്നെ അറിയാം അയാൾ ഒരു പൊങ്ങച്ചക്കാരനാണ് അല്ലേ? എന്റെ മോന്തയ്ക്ക് നോക്കിയിട്ട് ചോദിക്കാൻ പറ്റിയ ഒരേ ഒരു കാര്യമുള്ളൂ, നരകത്തിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റോ റൈറ്റോ അതോ നേരെ പോകണമെന്ന്. നമ്മുടെ നാട്ടിലെ സാധാരണ കുട്ടികളെല്ലാം അവർ വളരെ കഷ്ടപ്പെട്ട് പഠിച്ചു പരീക്ഷ എഴുതി കിട്ടിയ ജോലിയാണ് സാർ. അല്ലാതെ നിങ്ങളുടെ SFIയുടെ നേതാക്കന്മാരെ പോലെ ഒരു കോഴ്സിനും പഠിക്കാതെ ഒരു സർട്ടിഫിക്കറ്റ് എന്താണ് പോകുന്നത്? നീ ആളെ കളിയാക്ക ഒപ്പിച്ച് ഏതെങ്കിലും എഡിറ്റിംഗ് അറിയാവുന്ന ഒരുത്തിനെ കൊണ്ട് സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ആ സർട്ടിഫിക്കറ്റുമായി തൊഴിലിന് വേണ്ടി പോകുന്ന ആളുകളല്ല സാർ നമ്മുടെ നാട്ടിലെ യുവജന സമൂഹം. നീ വെള്ളം ഇറങ്ങാതെ ചാവൂടാ. ആ ആളുകൾക്കിടയിലാണ് സാർ നിങ്ങൾ ഹെലികോപ്റ്റർ വാങ്ങുന്നത്. പൊന്നു സ്നേഹിത, ഇതൊക്കെ അക്ഷരാഭ്യാസമുള്ള ഏത് സർട്ടിഫിക്കറ്റ് മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്ന മലയാളികളല്ല. അതല്ല എങ്കിൽ പരീക്ഷ എഴുതാത്ത പരീക്ഷയുടെ പാസ് മാർക്ക് വാങ്ങിച്ചിരിക്കുന്ന സാധാരണ ആളുകളെ പറ്റിയിട്ടല്ല പറയുന്നത്. ഇനി ഈ വിഷയത്തിൽ ഞാൻ ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോട്ടോ. ഇപ്പൊ എല്ലാ കുരിശും എന്റെ തലയില. നമ്മുടെ നാട്ടിലെ സാധാരണ മലയാളികൾ അവർ ഈ വാദമെല്ലാം കേൾക്കുന്നുണ്ട്. അവർ നിങ്ങളെല്ലാം വിലയിരുത്തുന്നുണ്ട് എന്ന് മാത്രം നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. ദുരന്തങ്ങളെ നേരിടുവാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ എന്ന്. ദുരന്തങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടല്ല ഇടതുപക്ഷത്തിന്റെ സ്നേഹിത ഈ ഹെലികോപ്റ്റർ. ഈ ഹെലികോപ്റ്റർ എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ദുരന്തങ്ങൾ സമ്മാനിക്കുന്ന ഒരാൾക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹെലികോപ്റ്റർ. സ്വന്തം പറയാൻ എന്റെ കയ്യിൽ ഇത് മാത്രമുള്ളടാ. നീ പുറത്തേക്ക് ഇറങ്ങി വാതിലടച്ച ഈ അണ്ടർവെയർ ഒരു ജനലിൽ കൂടി ഞാൻ തരാം. എന്നെ വേർബോഡി ആയിട്ടെങ്കിലും ജീവിക്കാൻ അനുവദിക്കടാ. നമ്മളെ നാടും റോഡും ഒരേ മാതിരിയാ, എന്നും നന്നാക്കണ്ട്. എന്നാലോ ഒരു കാലത്തും നന്നാവൂല. നമുക്ക് കിട്ടാവുള്ള നമുക്ക് കിട്ടാം. ഇനി ആ ഏരിയയിലേക്ക് ഞാനില്ല. മാറ്റങ്ങൾ നല്ലതാണ്, മാറട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെ അടുത്ത് പെരുമാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.